10-15 വർഷമായിട്ട് ഡോക്ടർ കൂടുതലും ഹാർട്ട് പേഷ്യൻസിനെയാണ് നോക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഹാർട്ട് മാറ്റി വെക്കണം എന്നൊക്കെ പറഞ്ഞ രോഗികളെ വരെ ചികിത്സിച്ച് ആക്കിയിട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ചിട്ട് ഒന്ന് പറയാമോ? ഹാർട്ട് ഫെയിലിയർ ഏത് കേസ് വന്നാലും ഞാൻ ഹാർട്ട് ഫെയിലിയർ ആയി, കാരണം വേറൊരു ചികിത്സ ഇല്ല, അത് പമ്മയും കൂട്ടുമെന്ന് വന്നിട്ട് ആരും ചികിത്സിക്കാനില്ല. ഇപ്പോൾ ഒരു 9 വർഷമായിട്ട് കൊറോണ വരണ വരെ ഞാൻ നോക്കിയിട്ടുള്ളത് ഹാർട്ട് പേഷ്യൻസിനെ മാത്രം, അതും ഹാർട്ട് മാറ്റിയേക്കാണെന്ന് പറഞ്ഞവർ. അതായത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനും ICD വെക്കാനും പറഞ്ഞ പേഷ്യൻസാണ്. അങ്ങനത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഹാർട്ടിൻ്റെ പമ്പിങ് കുറയും, അത് അപ്പോൾ പിന്നെ രോഗത്തിൽ ചികിത്സയിൽ അത് കണ്ടക്ഷൻ കംപ്ലൈൻറ്റ് വരുന്നതാണ്. ഹാർട്ട് വലുതായി ഗ്ലോബൽ പോലെയാവും, അതാണ് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി. അല്ലാന്നുണ്ടെങ്കിൽ ഹാർട്ട് ഇപ്പോൾ വലുതാവും, അതായത് നമ്മൾ അറ്റാക്ക് വന്നിട്ട് ഹാർട്ട് വീക്കായി പോകും. അപ്പോൾ എൻ്റെ അടുത്തൊക്കെ ഒരു 10, 15, 20 അപ്പോൾ അവിടേക്കൊക്കെ ആവാണ്ട് തന്നെ ആദ്യം തന്നെ ഒരു അറ്റാക്ക് വന്ന സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് വേഗം റിസൾട്ട് കിട്ടും. പക്ഷെ പല രോഗികൾക്ക് അറിയില്ല. പിന്നെ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതിയും ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതിയും ഉണ്ട്. അതായത് ഹാർട്ടിൻ്റെ മസിൽ കട്ടിവെക്കുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ബ്ലഡ് നിൽക്കുന്നത് കുറവായിരിക്കും, അപ്പോൾ രക്തം ശരിക്കും കിട്ടില്ല. അപ്പോൾ സ്ട്രോക്ക് വരാനും ബ്ലാക്ക് ഔട്ട്സ് ഒക്കെ ഉണ്ടാവാനും സാധ്യത, അതൊക്കെ ICD ആണ് പറയുക. പിന്നെ PAH ഉള്ള പേഷ്യൻറ്റിനേക്കാൾ അതിൻ്റെ കോംപ്ലിക്കേഷനെ ഞാൻ ചികിത്സിക്കുക. PAH വന്നിട്ട് റൈറ്റ് ഹാർട്ട് ഫെയിലിയർ വരും, റൈറ്റ് ഹാർട്ട് വന്നിട്ട് പിന്നെ ലെഫ്റ്റ്, അപ്പോൾ ബൈവെൻട്രിക്കുലർ ഫെയിലിയർ വരും, ലിവർ ഫെയിലിയർ ആവും. അങ്ങനത്തെ കേസിലാണ് ഞങ്ങൾക്ക് വരിക. അപ്പോൾ അവരുടെ നമുക്കൊന്ന് 2 പ്രാവശ്യമൊക്കെ 3 പ്രാവശ്യമൊക്കെ മരുന്ന് വയ്ക്കുമ്പോഴേക്കും ഹാർട്ട് ഫെയിലിയർ മാറി കിട്ടും. PAH ഡൗൺ ആക്കിയാലും പലർക്കും, ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് ചികിത്സിക്കുമ്പോൾ പലർക്കും അത് കുറച്ച് പിന്നെയും കൂടുന്നുണ്ട്. അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നത്. നമുക്കെങ്ങനെ ഒരാൾ ഫുൾ രോഗം മാറ്റി കൊടുത്താൽ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ഹൈപ്പർട്രോഫിഡ് ഒബ്സ്ട്രക്റ്റീവ് മയോപ്പതിയും ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതിയും ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി, ഇഷീമിക് കാർഡിയോമയോപ്പതി, അതെല്ലാം നല്ല റിസൾട്ടാണ്. അതായത് നമുക്ക് റിവേഴ്സ് കാർഡിയോമയോപ്പതി കിട്ടും. അത് നമുക്ക് വെറുതെ പമ്പിങ് ഇപ്പോൾ 10%, 20%, 25% ഉള്ളത് ഒരു 35, 40 അങ്ങനെ ആക്കേണ്ടതല്ല, മിക്കൊരു 55 മുകളിൽ വരും. അത് എങ്ങനെയാണ് അവർ വരണേന്നനുസരിച്ചിരിക്കും കേട്ടോ. ഇപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ ആയിട്ട് പമ്പിങ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. ചിലപ്പോൾ 3-4 പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഒരു 10%, 15% ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടക്ഷൻ ടോട്ടലി പോയിട്ടുണ്ടെങ്കിൽ LBB, RBB, കംപ്ലീറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനേ പറ്റുള്ളൂ. അതൊരു രോഗിയെന്നനുസരിച്ചിരിക്കും. പക്ഷേ ഈ രോഗങ്ങൾ മുഴുവൻ നല്ല റിവേഴ്സ് ആവും. ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് നോ RWMA വരെ കിട്ടും, അതായത് ഒരു റീജിയൻ മോഷൻ അബ്നോർമാലിറ്റി ഇല്ലയെന്ന് കിട്ടും. കൂടാതെ ECG ശരിയാവണ വരെ ഞാൻ ചികിത്സിക്കാൻ പറയും. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. 60 വയസ്സിന് താഴെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ടെമ്പററി ബ്ലോക്കേ ഉണ്ടാവുള്ളൂ. 60 വയസ്സുള്ള ഒരു 50 വയസ്സുള്ള ഒരാളോട് നമ്മൾ കൊളസ്ട്രോൾ കൂടിയിട്ട്, അതായത് ട്രൈഗ്ലിസറൈഡ്സാണ് കൂടുക. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ടോട്ടൽ കൊളസ്ട്രോൾ നോർമലായിരിക്കും, ട്രൈഗ്ലിസറൈഡ്സോ അല്ലെങ്കിൽ LDL ആയിരിക്കും കൂടുക. ഇപ്പോൾ ട്രൈഗ്ലിസറൈഡ്സ് എല്ലാത്തിലും കാണും 150 നോർമൽ, 100 താഴെ നിർത്തിക്കോളൂ. നിങ്ങൾ എന്തെങ്കിലും സിംറ്റംസ് കാണിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക്, നടക്കാൻ കിതപ്പോ അല്ലെങ്കിൽ ഉയരം കിതപ്പോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് നടക്കുന്ന കിതപ്പോ, അതൊക്കെ ബ്ലോക്ക്, രക്തം കിട്ടുന്നില്ല. ഈ ഹാർട്ട് പ്രോബ്ലംസിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? അത് ഇതൊക്കെ തുടക്കത്തിലുള്ളതാണ്. നടക്കുമ്പോൾ കിതപ്പ് ഉണ്ടാവും, ഭക്ഷണം കഴിച്ച് നടക്കുമ്പോൾ കിതപ്പ് ഉണ്ടാവും, ഗ്യാസിന് ബുദ്ധിമുട്ടുണ്ടാവും, പുറമേന ഉണ്ടാവും, കൈവേന ഉണ്ടാവും, അങ്ങനത്തെ കുറേ, അതൊക്കെ സാധാരണയാണ്. ആ ഇൻഡിക്കേഷൻ കാണുമ്പോൾ അപ്പോൾ ഫാസ്റ്റ് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുക, കൊളസ്ട്രോളിൻ്റെ പ്രൊഫൈൽ നോക്കുക, TG കൂടുന്നുണ്ടോ, LDL കൂടി നിൽക്കുന്നുണ്ടോ, ഉടനെ ഡോക്ടറെ കണ്ട് ഗുളിക കഴിക്കുക. അതല്ലാണ്ട് ഹാർട്ട് അറ്റാക്ക് വരാനോ കൊണ്ടുപോയിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനോ നിൽക്കല്ല ചെയ്യുക. അപ്പം അത് മനസ്സിലായില്ല പെട്ടെന്ന്. ഇപ്പം എന്താ വെച്ചാൽ 20% ബ്ലോക്കുള്ള ആൾക്കാർക്കും ചിലപ്പോൾ ക്ലോട്ട് വന്നിട്ട് 100% ആവാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഡോക്ടർ ജസ്റ്റ് ക്ലോട്ട് അരിയണ മരുന്ന് കൊടുത്താലും മതി. പക്ഷെ നമ്മുടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ ഞാൻ അതിനെതിരാണ്. അറ്റാക്ക് വന്നിട്ട് ഒരിക്കലും ചെയ്യരുത്. ആൻജിയോപ്ലാസ്റ്റിക്ക് എതിരാണ്. ബലൂൺ പ്ലാസ്റ്റി ചെയ്തോട്ടെ, ഒരാൾക്ക് ഒരു അത്യാവശ്യം വരാണ്, മരിക്കാൻ പോവാണ്, ഉടനെ ചെയ്തോ. പക്ഷേ ആൻജിയോപ്ലാസ്റ്റി എന്തിനാ ചെയ്യണം? അതിന് ഞാൻ നേരത്തെ പറഞ്ഞത് 60 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക്. 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തോ എന്ന് ഞാൻ പറയാം. ബൈപ്പാസ് നിങ്ങൾ ചെയ്തോ. കാരണം വെച്ചാൽ 60 അല്ല 65 വയസ്സ് വരെ. കാരണം നമുക്ക് ഒരിക്കലും 65 വയസ്സ് ഉള്ള ആളോട് 40 വയസ്സുള്ള ആളുടെ പോലെ പെരുമാറാൻ പറയാൻ പറ്റില്ല. കാരണം അത് ഫിസിയോളജിക്കലാണ്. വയസ്സാവുക എന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളതാണ്. അപ്പോൾ നമ്മൾ 60 വയസ്സുള്ള ഒരാൾ 60 വയസ്സുള്ള പോലെ, 65 വയസ്സുള്ള ആൾ 65 വയസ്സുള്ള ആളുടെ പോലെ ജീവിക്കണം. ഞാൻ എടുക്കുക, ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരും. ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഹാർട്ടിൻ്റെ മസിൽ നാശമായി എന്ന് പറയും, പമ്പിങ് കുറഞ്ഞു, വീക്കായി, ഹാർട്ട് വീക്കാണ്, കാലുമ നീരാണ്, വയറ്റിൽ നീരാണ്, അങ്ങനെയൊക്കെ രാത്രി ഉറങ്ങണില്ല, ഭയങ്കര കഫക്കെട്ടും ചുമയും, അങ്ങനെയൊക്കെയുള്ള കുറേ സിംറ്റംസ് ഉണ്ട്, സ്വെല്ലിങ് വരിക. അതാണ് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടത് ശരിക്കും. അതാണ് ആ സിംറ്റംസ് ആണ് നമ്മുടെ ഫെയിലിയർ ആയ ഹാർട്ട്. ഈ ഫെയിലിയർ ആയ ഹാർട്ടുള്ള പേഷ്യൻസിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഇത് കേട്ടോളൂ. കാരണം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഹാർട്ടുമ്പോൾ പമ്പിങ് കുറവുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു, അല്ലെങ്കിൽ RWMA ഉണ്ട്, അല്ലെങ്കിൽ പമ്പിങ് 55 പകരം നമുക്ക് 50 ഉള്ളൂ, 45 ഉള്ളൂ. ദയവ് ചെയ്ത് പ്രാണായാമം ചെയ്യുക, യോഗ ചെയ്യുക, ഭയങ്കര സ്പീഡിൽ നടക്കുക. അതായത് ഡോക്ടർ അങ്ങനെ പറയാം, കാരണം നടന്നിട്ടുണ്ടെങ്കിൽ രോഗം മാറും ഒരിക്കലും ഇല്ല. എക്സസൈസ് ചെയ്യേണ്ടത് പമ്പിങ് ഒക്കെ നോർമൽ ഉള്ള ആൾക്കാർ, ബ്ലോക്ക് ഉള്ള ആൾക്കാർക്ക്, കൊളസ്ട്രോൾ കുറഞ്ഞതിന് ശേഷം
കൊളാറ്റൽസ് വരാൻ വേണ്ടി വേണം ചെയ്യാൻ. അത് ധൈര്യമായിട്ട് ചെയ്യാം, കാരണം ഇഷ്ടംപോലെ ബൈപ്പാസസ് വന്ന് കിട്ടും അവർക്ക് അത്രയും ആവശ്യമുള്ള രോഗത്തിന്. പക്ഷെ ഇതങ്ങനെയല്ല. പമ്പിങ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ള ഹാർട്ടിൻ്റെ വലുപ്പം കൂട്ടാണ്ട് നിൽക്കണം. അതുപോലെ തന്നെ സൈസും കൂടാൻ പാടില്ല, പമ്പിങ്ങും കുറയാൻ പാടില്ല. മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു കാരണവശാലും ഡോക്ടർ എഴുതിയ ഡയറോട്ടിക്സ് മരുന്നുകൾ നിർത്താൻ പാടില്ല. അതുപോലെ തന്നെ ബ്ലഡ് തിന്നിങ് ഏജൻസും അതൊന്നും ഒരിക്കലും നിർത്തരുത്. ഞാൻ ചികിത്സിച്ച് ഫുൾ നോർമലായതിനു ശേഷം മാത്രമേ നിർത്താൻ പാടുള്ളൂ. പിന്നെ കഴിയുന്നതും കോൺസ്റ്റിപ്പേഷൻ ഇല്ലാണ്ട് നോക്കണം. അതുപോലെ തന്നെ ചെസ്റ്റിന് പ്രഷർ കൊടുക്കണം, ഒരു പണിയും നമ്മൾ ചെയ്യരുത്. റെസ്റ്റ് എടുക്കൽ തന്നെയാണ് അതിൽ ഏറ്റവും ബെസ്റ്റ് ഇത്. നമ്മൾ പലപ്പോഴും ഞാൻ പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. പിന്നെ ചിലർ പറഞ്ഞേക്കും ഭക്ഷണത്തിൽ കൂടെ നമ്മൾക്ക് ഹാർട്ട് ശരിയാക്കാൻ പറ്റും. ഒരിക്കലും ഇല്ല. അത് നമുക്ക് എങ്ങനെയാ വെച്ചാൽ ഭക്ഷണം കുറേശ്ശെ പല ഇതിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൈജഷൻ്റെ ഇത് അത്ര എനർജി ഹാർട്ടിൽ നിന്നുള്ള ബ്ലഡ് മുഴുവൻ വയറ്റിലേക്ക് വരും. അങ്ങനെ ഇല്ലാതെ നോക്കാൻ വേണ്ടിയിട്ട് പല ബോളസായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ എൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ പലർക്കും പല റിസൾട്ടുകളാണ്. ചിലർക്ക് 1 പ്രാവശ്യം കൊണ്ട് മാറും, ചിലർക്ക് 7 മാസം കൊണ്ട് മാറും, അതായത് 7 സെറ്റ് 8 സെറ്റ് കൊണ്ട് മാറും, ചിലർക്ക് 15 സെറ്റ് ആവും, ചിലർക്ക് 7 വർഷമൊക്കെ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന പേഷ്യൻസും ഉണ്ട്. ഹാർട്ട് ഫെയിലിയർ ബേസിക്കലി ഇതുപോലെ തന്നെ 7 ദിവസം അല്ലല്ല, അതെനിക്ക് പറ്റില്ല. അത് 50 ദിവസം മരുന്ന് കൊടുക്കും നമ്മൾ. 50 ദിവസം കൂടുമ്പോൾ അവരുടെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അവർ എക്കോ എടുത്ത് നോക്കും, മെസ്സേജ് എടുത്ത് നോക്കും. ആ ഡോക്ടർ പറയുന്നതനുസരിച്ച് എനിക്കൊരു റിപ്ലൈ ചെയ്യും. അപ്പോൾ ഞാൻ നോക്കി അതിനനുസരിച്ച് അത് കൊടുക്കണം. അത് മരുന്ന് 50 ഡേയ്സ് ആണ് സാധാരണ പറയാം. പക്ഷേ നമ്മളിപ്പോൾ ഫസ്റ്റിൽ വരുമ്പോൾ 10% പമ്പിങ്ങും റൈറ്റും ലെഫ്റ്റും ബൈവെൻട്രിക്കുലർ ഫെയിലിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റ് ചിലപ്പോൾ ജീവിച്ചിരിക്കുള്ളൂ. അപ്പം നമ്മൾ ഈ ഒറ്റയടിക്ക് പൈസ എത്രയധികം മേടിച്ച് വെക്കണേക്കാൾ നല്ലത് ഞാൻ പറയും ഒരു 25 ദിവസത്തെ മരുന്ന് കഴിക്കും. അപ്പോൾ നമുക്ക് സിംറ്റം 8 ദിവസം കൊണ്ട് കുറഞ്ഞിരിക്കും. 8 തുടങ്ങി 21 ദിവസം കൊണ്ട് ഈ പേഷ്യൻറ്റ് നല്ല രോഗമില്ലാത്ത പോലത്തെ ഒരു ചെറിയൊരു അവസ്ഥയിൽ, അതായത് ഭയങ്കര ഇതല്ല, കുഴപ്പമില്ലാത്ത പോലെ അവരുടെ ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും ഡെഫിനറ്റായിട്ട് ആ പേഷ്യൻറ്റ് പിന്നെ രക്ഷപ്പെടും. സിംറ്റമാറ്റിക്കലി പേഷ്യൻറ്റ് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ എക്കോലും ഇസിജിയിലൊക്കെ 2-3 സെറ്റ് കൊണ്ട് അവർക്ക് വന്നു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഹാർട്ടിൻ്റെ ഒരിക്കലും എനിക്ക് അങ്ങനെ വരും. പക്ഷേ അവർക്കും ഈ സാധനങ്ങൾ ഞാൻ ചെയ്യിപ്പിക്കും. 8 ദിവസം ആകുമ്പോഴേക്കും അവർക്ക് കിടന്നുറങ്ങാറൊക്കെ ആവും, അല്ലെങ്കിൽ ഇരുന്നിട്ട് ഉറങ്ങുക, ഭയങ്കര കഫക്കെട്ടും ചുമയും അങ്ങനെയൊക്കെ ആയിരിക്കും. കാല് നിറഞ്ഞ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വയറ്റിൽ നീര്, ഭയങ്കര പ്രശ്നമായിരിക്കും. അതൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. റൈറ്റ് ഹാർട്ട് ഫെയിലിയർ ഒക്കെ നമുക്ക് 25 തുടങ്ങിയിട്ട് 50 ദിവസം കൊണ്ടൊക്കെ നല്ല വ്യത്യാസം കാണിക്കും. 2 സെറ്റ് ആകുമ്പോഴേക്കും റൈറ്റ് ഹാർട്ട് ഫെയിലിയർ അവർക്ക് ബൈവെൻട്രിക്കുലർ ഫെയിലിയർ പേഷ്യൻസിനെ. പിന്നെ ലെഫ്റ്റ് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ചിലർക്ക് കണ്ടക്ഷൻ കംപ്ലൈൻറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഒരു 10%, 15%, 25 ആവും. അങ്ങനെ കുറച്ച് 2-3 പ്രാവശ്യം 35 ആവും. അങ്ങനെ ചിലർ ഫുൾ നോർമലാവും. അത് എത്ര നാൾ കൂടിയിട്ട് വരുന്ന എത്രമാത്രം സ്കാർ ഉണ്ട് അതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഡോക്ടർ ചികിത്സ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അവർ അലോപ്പതിയുടെ എന്തെങ്കിലും മെഡിസിൻസോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറയും? ഒരിക്കലും. അത് ഏത് ലോകത്തിലെ ഏത് ദൈവം പറഞ്ഞാലും സ്റ്റോപ്പ് ചെയ്യരുത്. അവർ അതുകൊണ്ടാണ് ഈ രോഗി ജീവിച്ചിരിക്കുന്നത്. അത് നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. അവർ പറഞ്ഞ എല്ലാം മരുന്ന്. പക്ഷെ ഞാൻ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ BP ഡൗൺ ചെയ്ത് തുടങ്ങും അവർക്ക്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വയറിളക്കും. കാരണം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാൻ പാടില്ല, കാരണം പ്രഷർ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് വയറിളക്കി പോകല്ല, 1 പ്രാവശ്യം 2 പ്രാവശ്യം അഴഞ്ഞു പോകുക എന്നുള്ള പോലെ. അപ്പോൾ അധികം വെള്ളം കുടിച്ചുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അതിൽ കുറച്ച് ലിബറാകും അവർ ഒരു 25 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡയബറ്റിക്സ് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ BP യുടെ ഗുളികകൾ കുറച്ച് കൊണ്ടുവരാൻ പറയും ഞാൻ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BP ഡൗൺ ചെയ്യും. ചിലർക്ക് ഷുഗർ ഡൗൺ ചെയ്ത് തുടങ്ങും. കാരണം സ്ട്രെസ്സിലായിരിക്കും ചിലർക്ക് ഷുഗർ വന്നിട്ടുണ്ടായിരിക്കുക. അതൊക്കെ വീഗർ റിവേഴ്സ് 7 വർഷം വരെയൊക്കെ മുന്നുള്ള ഷുഗറൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ശരിയാവും. പിന്നെ കിഡ്നി ഫെയിലിയർ, ലിവർ ഫെയിലിയർ മിക്ക പേഷ്യൻസിനും ഉണ്ടാവും. കാരണം രക്തം അത്രയ്ക്ക് എത്തുന്നില്ല, ഇവിടെയൊക്കെ തണുത്ത് കറുത്ത് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ലിവറൊക്കെ ഫെയിലിയർ, അതായത് ബിലിറൂബിനൊക്കെ കൂടി നിൽക്കുന്ന, എസ്റ്റോറ്റോസിബിറ്റി കൂടി നിൽക്കുന്നതൊക്കെ നോർമലിലേക്ക് വരും. നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും അത് 35-40% പമ്പിങ് ഉണ്ടാവും ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ. പക്ഷേ ആ സമയത്ത് ചിലപ്പോൾ 20 കാണിക്കുന്നുണ്ടാവും. കാരണം ഫുൾ വെള്ളമായിരിക്കും ചെസ്റ്റിൽ. അപ്പോൾ എടുക്കണ എക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലോ ആയിരിക്കും. കാരണം വെള്ളത്തിൽ കൂടിയല്ലേ ശബ്ദ തരംഗങ്ങൾ പോകുന്നത്. അപ്പോൾ കുറഞ്ഞിട്ടേ കാണിക്കുള്ളൂ. അപ്പോൾ ഒരാഴ്ചത്തെ ഡോക്ടേഴ്സിൻ്റെ ചികിത്സ, ICUയിൽ കിടന്ന് ചികിത്സ കഴിഞ്ഞ് പോകുമ്പോൾ അവർ മൂത്രം പോകാനുള്ള മരുന്ന് നന്നായിട്ട് കുത്തിവെച്ചിട്ടുണ്ടാവും. അത് മുഴുവൻ പോയി ഫുൾ ബോഡിയിൽ വെള്ളം നിൽക്കാണ്ടാവുമ്പോൾ എടുക്കണ എക്കോയിൽ എത്രയാണോ പമ്പിങ്. അപ്പോൾ നമുക്ക് 35-40 ഒക്കെ. അപ്പോൾ പറയും ചികിത്സിച്ച് 35, അത് പറ്റിക്കാനല്ലേ. അങ്ങനെയല്ല, പമ്പിങ് അത്രയും ഉണ്ടാവും. പക്ഷേ ശരിക്കും എക്കോയിൽ റിപ്പോർട്ട് അപ്ലൈ വരിക. അങ്ങനെയുള്ള എക്കോയും ECGയിലും റിവേഴ്സ് ആക്കലാണ് ഒരു ഡോക്ടറുടെ കഴിവ്. അത് ചെയ്യാണ്ട് രോഗികളെ നമ്മളില്ലാത്ത പറയരുത്. അത് മരുന്ന് നിർത്താൻ പാടില്ല, മരിച്ചു പോകും. നിർബന്ധമായിട്ടും അവർ കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയും അവരുടെ ഡോക്ടേഴ്സിനെ പോയി കൺസൾട്ട് ചെയ്ത് അവരുടെ ഡോക്ടേഴ്സ് എക്കോ എടുക്കുക, ECG എടുക്കുക, അല്ലെങ്കിൽ വേറെ അലോപ്പതി ഡോക്ടേഴ്സ് എടുക്കുക. അപ്പോഴല്ലേ നമുക്കൊരു ക്രെഡിബിലിറ്റി ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് പോവുക, അത് എനിക്കിഷ്ടമല്ല. ഞാൻ ഭയങ്കര നിർബന്ധമാണ് എൻ്റെ ക്രെഡിബിലിറ്റി. കാരണം അങ്ങനത്തെ രോഗം നോക്കുന്നത് കൊണ്ട് രോഗികൾ നമ്മളിൽ 100% വിശ്വാസം ഉണ്ടാവണം. എന്നാൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ നമ്മുടെ
പ്രേക്ഷകരിൽ എല്ലാവരും മാഡത്തിനെ എങ്ങനെ കോൺടാക്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ മാഡത്തിനെ എങ്ങനെയാണ് ആക്ച്വലി കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ചികിത്സ എടുക്കണമെങ്കിൽ എന്താണ് ഒരാൾ ചെയ്യേണ്ടത്? ഇവിടെ ഉണ്ടല്ലോ, രാവിലെ 10 മണി തുടങ്ങിയിട്ട് 5 മണി വരെ ആയിരിക്കും ഒരു പേഷ്യൻ്റ് എൻ്റെ റൂമിലുണ്ടാവും. അപ്പോൾ മറ്റുള്ള പേഷ്യൻസ് എന്നെ വന്ന് കാണാൻ പറ്റില്ല. അപ്പം ഞാൻ അവരോട് എപ്പോഴും ഇത് കാണുന്ന ആൾക്കാർ എപ്പോഴും ഒന്ന് മനസ്സിലാക്കണം, വെറുതെ ഫോൺ വിളിക്കുന്നേക്കാളും നല്ലത് അവരുടെ റിപ്പോർട്ട് എനിക്ക് അയച്ചു തരിക. വോയിസ് മെസ്സേജും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയക്കുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കും. അവർക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. വാട്സപ്പിൽ എൻ്റെ നമ്പറിൽ www.drpravina.com എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. വാട്സാപ്പ് നമ്പർ ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. ഈ പറയുന്നതൊക്കെ അതിലൊക്കെ കുറേ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അത് ഡോക്ടർ പ്രവീണ എന്ന് തന്നെ അടിച്ചാൽ കിട്ടും. അപ്പോൾ അതിൽ കൂടെ നമ്മൾക്ക് വോയിസ് മെസ്സേജും റിപ്പോർട്ടും അയച്ചു തരണം. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ അവർക്ക് എപ്പോഴാണ് വിളിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ ആ വിളിക്കുന്ന സംസാരത്തിൽ ഞാൻ പിന്നെ അവരെ വിളിച്ച് സംസാരിക്കും. ആ സംസാരത്തിൽ അവരുടെ എങ്ങനെയാണോ അവർ പെരുമാറണം അതിനനുസരിച്ച് ഞാൻ കഴിച്ചു. ഒന്നിനും അംഗീകരിക്കുന്നില്ല, ഒന്നിലും വിശ്വാസം, എങ്ങനെയാണ് ഞാൻ അവരെ ചികിത്സ ശരിയാക്കുക. അപ്പം അത്ര നല്ല പോസിറ്റീവാണ്. എനിക്കിത് ഈ കുട്ടീനെ രക്ഷപ്പെടുത്തി, ഈ കുട്ടീനെ എനിക്ക് ഭയങ്കര നല്ല ലെവലിൽ കാണാൻ പറ്റുന്ന എനിക്ക് ഫീൽ ചെയ്താൽ ഉറപ്പായിട്ട് ആ കേസ് എടുക്കും. അല്ലാണ്ട് എന്ത് തന്നിട്ടും കാര്യമൊന്നുമില്ല. ഹാർട്ടിൻ്റെ പേഷ്യൻസിനെ ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ എടുക്കൂട്ടോ. അത് ജീവൻ്റെ പ്രശ്നമാണ്, മറ്റത് ജീവനായിട്ട് ബന്ധപ്പെട്ടതല്ലോ. അപ്പോൾ ഹാർട്ട് പേഷ്യൻസ് അവരുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അയക്കേണ്ടത്? അവരെന്ന് പറഞ്ഞാൽ അവർക്ക് ഹാർട്ട് മാറ്റിക്കാൻ പറഞ്ഞവരും ICU വെക്കാൻ പറഞ്ഞവരായിരിക്കും. അവർക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ല. അത് ഓൺലൈനിലായിരിക്കും മിക്കവാറും ചികിത്സിക്കുന്നുണ്ടാവും. അപ്പോൾ അവരോട് എല്ലാ റിപ്പോർട്ടും അവരുടെ കയ്യിലുണ്ടാവും. അവരുടെ ഡോക്ടർ ഒരു സ്ഥിരം കാണുന്നതായിരിക്കും. ആ റിപ്പോർട്ടേക്ക് അയച്ചു തരും, വാട്സപ്പിൽ അയച്ചു തരും. അപ്പോൾ ഇതുപോലെ ഞാൻ കോൾ ചെയ്ത് സംസാരിക്കും. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്കോ ECG നിർബന്ധമായിട്ട് പറയും, ബ്ലഡ് റിപ്പോർട്ട് പറയും. അത് കഴിഞ്ഞിട്ട് 50 ദിവസം കൂടുമ്പോൾ അവരോട് റിപ്പോർട്ട് എടുത്ത് അയക്കാൻ പറയും. അപ്പം മരുന്ന് കൊടുത്ത് അയച്ചു കൊടുക്കുക ചെയ്യാം എക്സ്പ്രസ് കൊറിയറിൽ. അപ്പോൾ 4 ദിവസം കൊണ്ട് അവർ കിട്ടും. സ്റ്റാർട്ട് ചെയ്യും. ഓൺലൈനിലാണ് ആ ചികിത്സ. ഓക്കെ, കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. മിക്കവാറും ചിലവർക്ക് വന്ന് കാണുന്ന പറയും. അപ്പോൾ അവർക്ക് ഞാൻ സമയം കൊടുക്കും. സമയമുണ്ടല്ലോ, 8 മണി തുടങ്ങി 10 മണി വരെയൊക്കെ സമയം സമയത്ത് കൊടുക്കും. അപ്പോൾ അല്ലാത്തവർക്ക് ഓൺലൈൻ എന്ന് പറയുമ്പോൾ മരുന്നൊക്കെ അയച്ചു കൊടുക്കുക ചെയ്യാം. എല്ലാ പുറത്തുനിന്നൊക്കെ, കേരളം മാത്രമല്ലല്ലോ, എല്ലാവരും വേൾഡ് പലയിടത്തും പല അങ്ങനെ കൺട്രീസിൽ നിന്നും ഉണ്ട്. ഇംഗ്ലണ്ട് ഉണ്ട്, അമേരിക്ക, അങ്ങനെ പല സ്ഥലത്തുനിന്നും. അങ്ങനെ എന്നെ പറ്റി ഞാൻ ഈ പറയുന്നത് കേട്ട് വിശ്വസിച്ച് വരുന്ന പേഷ്യൻസ് ആയിരിക്കണം. അല്ലാണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓടി വരില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം നമ്മളോട് സംസാരിച്ചിരുന്ന ഡോക്ടർ പ്രവീണയ്ക്ക് വളരെയധികം നന്ദി. താങ്ക് യു.